പീരുമേട് ജനവാസ മേഖലയിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കാട്ടാനയുടെ ആക്രമണത്തിൽ വ്യാപക കൃഷിനാശം. ജനവാസ മേഖലയിലെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണുമെന്ന വനംവകുപ്പിന്റെ പ്രഖ്യാപനം വാക്കുകളിലും കടലാസുകളിലും ഒതുങ്ങുമ്പോൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധങ്ങളിൽ നൽകിയ വാഗ്ദാനങ്ങൾ പാഴ്വാക്കാവുന്നതായും ആക്ഷേപം. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കാട്ടാനകളുടെ ആക്രമണത്തിൽ പൊറുതിമുട്ടി പീരുമേട് ജനവാസ മേഖലയിലെ ജനങ്ങൾ. ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ് പീരുമേട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് ഭാഗത്ത് ജോസഫിന്റെ പുരയിടത്തിലെത്തിയ കാട്ടാനക്കൂട്ടം തെങ്ങ്, പ്ലാവ്, ഏലം, കവുങ്ങ് തുടങ്ങിയ കൃഷിദേഹങ്ങൾ വ്യാപകമായി നശിപ്പിച്ചിരിക്കുന്നത്. ഒരു കൊമ്പനും 2 പിടിയാനകളും ഉൾപ്പെടുന്ന കാട്ടാനക്കൂട്ടമാണ് പ്രദേശത്തെത്തി വ്യാപക കൃഷിനാശം വരുത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ തൊട്ടടുത്ത നടുവത്തേഴ്ത്ത് സെബാസ്റ്റ്യന്റെ പുരയിടത്തിലെ വാഴയും ഏലവും, അസീസിന്റെ പുരയിടത്തിലെ വാഴയും ഏലവും കാട്ടാനക്കൂട്ടം നശിപ്പിച്ചിട്ടുണ്ട്. ഇതിനുശേഷം പീരുമേട് എക്സൈസ് ഓഫീസിന് സമീപത്തേക്ക് നീങ്ങിയ കാട്ടാനക്കൂട്ടം ഒരു പന നശിപ്പിക്കുകയും ചെയ്തു. ഇതിനുശേഷം കാട്ടാനക്കൂട്ടം മരിയഗിരി സ്കൂളിന്റെ ഭാഗത്തേക്ക് നീങ്ങിയതായും നാട്ടുകാർ പറയുന്നു. 2 മാസങ്ങൾക്ക് മുൻപ് രാപ്പകലില്ലാതെ പീരുമേട് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം എത്തി വ്യാപക കൃഷിനാശം വരുത്തുകയും രാത്രികാലങ്ങളിലടക്കം പ്രദേശവാസികൾക്ക് ഭീതി വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ വനം വകുപ്പിന്റെയും ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ സംയുക്ത യോഗം ചേരുകയും ജനവാസ മേഖലയിൽ വന്യമൃഗശല്യം തടയുന്നതിന് ശാശ്വത പരിഹാരമായി വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചതുമാണ്. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും പീരുമേട് ജനവാസ മേഖലയിലെ വന്യമൃഗ ആക്രമണത്തിന് ശാശ്വത പരിഹാരത്തിനായുള്ള പ്രാഥമിക നടപടികൾ പോലും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുമുള്ള വ്യാപക പരാതിയാണ് ഉയരുന്നത്. അടിയന്തരമായി പ്രദേശത്ത് പട്രോളിംഗ് അടക്കമുള്ള മുൻകരുതലുകൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.